ഹലോ ഗൈസ്, വെൽക്കം മൈ ചാനൽ ജോവിയൽ ക്രാഫ്റ്റ്സ്. ആദ്യമായാണ് നമ്മളുടെ ചാനൽ കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ എന്തായാലും കാണുന്നതല്ലേ, ഇപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്ക് വേറെ ചിലവൊന്നുമില്ലല്ലോ, ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊക്കെ ഇങ്ങനെ 2 ഡേയ്സ് 1 ഡേയ്സ് ഒക്കെ ഡിലേ ആയിട്ടാണ് വരുന്നത്. നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഡിലേ വരുന്നത്. എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളുടെ വിജയം. അപ്പോൾ അത് എന്തായാലും റിമൈൻഡിലൊന്ന് വയ്ക്കുക. ഇന്നിപ്പോൾ നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറി തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ റീസെൻറ്റ് വീഡിയോസ് ചെയ്തതിൽ ഒരു ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തിരുന്നു. അതായത് നമ്മൾ ബട്ടൺ ഹോൾ ബാർ സ്റ്റിച്ച് വെച്ചിട്ട് ഉള്ള സ്റ്റിച്ചിങ് കാണിച്ച് തന്നിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളൊരു ഫ്ലവർ ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും സ്റ്റാർട്ട് ടു എൻഡ് കാണുക. ഞാൻ അതിൻ്റെ ഡീറ്റെയിലിംഗ് ആയിട്ട് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളതെല്ലാം കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഒരു യൂസ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ. ഇതിൽ ബട്ടൺ ഹോൾ ബാർ സ്റ്റിച്ചിനുള്ള ബേസിക് സ്റ്റിച്ചാണ് ആദ്യമേ ഞാനിപ്പോൾ കൊടുക്കുന്നത്. ഒരു ചെയിൻ സ്റ്റിച്ച് ലോക്ക് ചെയ്യുന്ന പോലെ തന്നെ ഫുൾ ആ ഒരു വരച്ചേക്കുന്നത് നമ്മൾ അങ്ങനെ ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുക്കുവാണ്. അതിനുശേഷമായിരിക്കും അത് ലോക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ബാർ സ്റ്റിച്ചിങ് ചെയ്യുന്നത്. ചെയിൻ പോലുള്ളൊരു സ്റ്റിച്ചിങ്ങാണ്, ബട്ടൺ ഹോളിൻ്റെ ആ ഒരു സ്റ്റിച്ചാണ് നമ്മൾ ഇതിലേക്ക് ഫ്ലവറിന് കൊടുക്കുന്നത്. ഫൈനൽ ലുക്ക് വരുമ്പോൾ നല്ല ഭംഗിയാണ്. എൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റി അത്രയും ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് അത്രയും എലഗൻ്റായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ ചെയ്യുന്ന ഡീറ്റെയിലിംഗ് മാക്സിമം ഞാൻ ക്ലാരിറ്റിയോട് തന്നെയാണ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ സ്റ്റാർട്ട് വേണ്ടി കാണുക. ഇതിപ്പോൾ നമ്മൾ അതിൻ്റെ ബേസിക്സ് ഞാൻ പറഞ്ഞ പോലെ ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ 3 സ്റ്റിച്ചിങ് മാത്രമാണ് യൂസ് ചെയ്യണത്. ഒന്നുള്ളത് ഈ ബട്ടൺ ഹോൾ ബാർ സ്റ്റിച്ച് യൂസ് ചെയ്യുന്നത് ഫ്ലവറിന് വേണ്ടി. ദെൻ നമ്മൾ റണ്ണിങ് ആയിട്ടുള്ള ബേസിക് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. അത് ഗ്രീനാണ്, ഒരു ഡാർക്ക് നേവി ബ്ലൂവും ഗ്രീനും. അത് മാത്രമാണ് നമ്മൾ കളർ കോമ്പിനേഷൻ ഇതിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇപ്പം സ്റ്റെം സ്റ്റിച്ചൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അത് ആ ഒരു ലെങ്തി ആയിട്ടുള്ള സ്റ്റെമ്മിൻ്റെ ആ ഒരു വരച്ചേക്കുന്ന ഡിസൈൻ മാത്രമാണ് സ്റ്റെം സ്റ്റിച്ച് കൊടുക്കുന്നത്. ബാക്കിയെല്ലാം തന്നെ നമ്മൾ ജസ്റ്റ് ബേസിക് റണ്ണിങ് സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. കുറച്ച് ടൈം എടുക്കുന്ന ഒരു ഡിസൈനാണ്, പക്ഷേ നല്ല ഭംഗിയാണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ. ഞാനിപ്പോൾ പെട്ടെന്ന് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് അത്രയും ഡീറ്റെയിലിംഗ് ആയിട്ട് ഇത് വരച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. നിങ്ങൾ ചെയ്യുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആവശ്യമായിട്ട്, അതായത് ഇപ്പം ബട്ടൺ ഹോളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേനും നമ്മൾ അത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു സ്പേസിങ്, ഇപ്പോൾ ഞാൻ ഈ ലോക്ക് ചെയ്തേക്കുന്ന സ്പേസിങ് കുറയും. നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള സ്പേസിങ്ങിന് അത്രയും ലെങ്ത് വെച്ചിട്ട് ചെയ്യുക. കണ്ടോ, ഇങ്ങനെ നമ്മൾ ത്രെഡിനകത്തൂടെ ലോക്ക് ചെയ്തിട്ട് ബട്ടൺ ഹോൾ നമ്മൾ ഫിനിഷ് ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ ആ ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുത്തേക്കുന്നതിൻ്റെ സൈഡ് വഴി ഫിനിഷ് ചെയ്ത് കൊടുക്കുക. ഫൈനൽ ലുക്ക് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഒരു ഗ്രീൻ ആൻഡ് നേവി ബ്ലൂ ഫ്ലവർ കോമ്പിനേഷനാണ് ലാസ്റ്റ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഡെയിലി എനിക്ക് അപ്ഡേറ്റ് പോകണമെന്നാണ് ആഗ്രഹം. ഒരു ദിവസം വീഡിയോ ഇടാതെ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് തന്നെയാണെങ്കിൽ ഭയങ്കര വിഷമമാണ്. കാര്യം വെച്ചാൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. സോ എനിക്ക് തിരക്കും കാര്യങ്ങളും വരുന്നതുകൊണ്ടാണ്. നമുക്ക് പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ അതുകൂടെ നമുക്ക് നോക്കാതിരിക്കാൻ പറ്റില്ല. സോ അതിൻ്റെയാണ് ആ ഒരു ഡിലേ വരുന്നത്. എന്തായാലും 1 or 2 ഡേയ്സ് ഡിലേ വരുന്നാലും ഞാൻ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള തന്നെയാണ് നെക്സ്റ്റ് വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഫിനിഷ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്റ്റിച്ചിങ് ചെയ്യാൻ. കാരണം വെച്ചാൽ ഈ ഒരു ബട്ടൺ ഹോൾ സ്റ്റിച്ച് ഫിനിഷ് ചെയ്ത് നമ്മളൊരു ഫ്ലവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കാണാൻ ഭയങ്കര എലഗൻ്റാണ്. ഭയങ്കര ഒരു 3D ഒരു ബഡ്ജിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഡിസൈനാണ് വരുന്നത്, 3D എഫക്റ്റാണ് വരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, അതായത് ഈ സ്റ്റിച്ചിങ് അറിയാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പം സ്റ്റാർട്ട് ടു എൻഡിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിലിംഗ് എല്ലാം തന്നെ പറഞ്ഞ പോലെ കാണിക്കുന്നുണ്ട്. ത്രെഡ് ഇതുപോലെ കയറി ചുരുങ്ങി പിടിക്കാതെ നോക്കുക. എന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ നമ്മൾ അതിൻ്റെ ആ ഒരു 6 സ്ട്രാൻഡ്സും എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചുരുങ്ങി പിടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. കണ്ടോ, രണ്ട് ഇത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ 2 ഫ്ലവറിൻ്റെ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഫുൾ ഔട്ട്ലുക്ക് ഫുള്ള് കംപ്ലീറ്റ് ആകുമ്പോഴാണ് ആ ഒരു ലുക്ക് മനസ്സിലാവത്തുള്ളൂ. ഇടയ്ക്ക് ഫോക്കസിങ് ഒന്ന് മാറിയിട്ടുണ്ട്, നിങ്ങൾ എന്തായാലും ക്ഷമിക്കുക. കണ്ടോ, നല്ല ഭംഗിയായിട്ട് കിട്ടുന്നുണ്ട്. കണ്ടോ, ഇങ്ങനെ ബഡ്ജ് ചെയ്തിട്ട് ഒരു 3D ഫീൽ കിട്ടും. ഇതുപോലെ തന്നെ ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്.
കണ്ടോ, ഇതാണ് ഞാൻ എല്ലാ ഫ്ലവറും തന്നെ ആ ഒരു നമ്മളുടെ ബട്ടൺ ഹോൾ സ്റ്റിച്ച് വെച്ചിട്ട് ഫ്ലവർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. റാൻഡം ആയിട്ടുള്ള പെറ്റൽസാണ് നമ്മൾ കൊടുത്തേക്കുന്നത്, അതായിരിക്കും അതിൻ്റെ ഭംഗിയും വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ സ്റ്റെമ്മിന് വേണ്ടി നമ്മൾ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ച് ഇതെല്ലാം ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോഴേ നമുക്ക് ആ ഒരു എന്താ പറയുന്ന ഒരു ബഞ്ച് ഓഫ് ഫ്ലവറിൻ്റെ ഫീല് കിട്ടത്തുള്ളൂ. എല്ലാ ഫ്ലവേഴ്സും കണക്റ്റഡായി നിൽക്കുന്ന ആ ഒരു ഫീലിന് വേണ്ടിയാണ് ആ ഒരു സ്പേസിങ്ങിൽ ഞാൻ ആ ഒരു സ്റ്റെംസ് കൊടുത്തേക്കുന്നത്. അത് നമുക്കിത് സിമ്പിളായിട്ട് തന്നെ ബേസിക് സ്റ്റിച്ച് മാത്രമാണ് കൊടുക്കുന്നത്. അതിൽ നിങ്ങൾക്ക് വേറെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് ഒന്നുമില്ല. നമുക്ക് ചെയ്യാനുള്ളത് പേഷ്യൻസോടെ ചെയ്യേണ്ടത് ഈ ഒരു ബട്ടൺ ഹോൾ ബാർ സ്റ്റിച്ച് മാത്രമാണ്. ബിക്കോസ് ഇങ്ങനെ ഒരു ഫ്ലവർ ചെയ്യുമ്പോഴത്തേനും നമുക്കത് പേഷ്യൻസോടെ പതിയെ ചെയ്താൽ മാത്രമേ അതിൻ്റെ ഭംഗി ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് കുർത്തീസിലാണേലോ എന്തിനാണേലും നമുക്കിത് ഭംഗിയായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഇത് സിമ്പിളായിട്ട് ബേസ് ആയിട്ടുള്ള ഒരു ഡിസൈൻ മാത്രമാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഈ ഒരു സ്റ്റിച്ചിങ് യൂസ് ചെയ്ത് നമുക്ക് പല ടൈപ്പിൽ ഫ്ലവേഴ്സ് ചെയ്യാം. കണ്ടോ, നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സിമ്പിളാണ് പക്ഷേ എലഗൻ്റാണ്. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ക്ലോത്ത് ഒരു കോട്ടൻ്റെ ബേസ് ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ അത്രയും എഫക്റ്റ് അല്ലെന്ന് പറഞ്ഞാലും കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. ഒരു ബഞ്ച് ഓഫ് ഫ്ലവർ, ഒരു ഫ്ലവേഴ്സിൻ്റെ ഫീൽ. അപ്പം മറക്കാതെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.